നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. കഥകളും ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഹിമാലയത്തിലെ ഏറ്റവും നിഗൂഢമായ ഒരിടം. ഈ ഇടത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പക്ഷെ ആരും തന്നെ ആ ഇടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലരും അത് തിരയുകയും ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാലങ്ങളായി ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം ആകെ അറിയുന്നത് ഹിമാലയത്തിലാണെന്ന് മാത്രം. രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഹിമാലയത്തിൽ ലോകം അന്വേഷിക്കുന്ന ഇടം ഏതാണെന്നറിയാമോ? കേട്ടുമാത്രം പരിചയമുള്ള ജ്ഞാൻഗഞ്ച്. മറഞ്ഞിരിക്കുന്ന നഗരമെന്നോ സാമ്രാജ്യമെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പുരാണങ്ങളിൽ ഒരുപാട് പറഞ്ഞിരിക്കുന്ന ജ്ഞാൻഗഞ്ച് തന്നെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിഗൂഢതകളും അത്ഭുതങ്ങളുമൊക്കെയാണ് ഓരോ ഹിമാലയൻ കൈലാസ യാത്രകളും സമ്മാനിക്കാറുള്ളത്. ആ യാത്രാ വിവരണങ്ങളെല്ലാം നമ്മളെ ഒരുപാട് അത്ഭുതചകിതരാക്കാറുമുണ്ട്. ഹിമാലയത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് ജ്ഞാൻഗഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതീയ വിശ്വാസങ്ങളിൽ മാത്രമല്ല, ടിബറ്റൻ ബുദ്ധവിശ്വാസങ്ങളിലും ചൈനീസ് നേപ്പാൾ വിശ്വാസങ്ങളിലുമെല്ലാം പല പേരുകളിലും കഥകളിലും മിത്തുകളിലും ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സിദ്ധാശ്രമം, സിദ്ധഭൂമി, ശംബാല, ഷാംഗ്രില തുടങ്ങി പുരാണങ്ങളിലും ചരിത്രങ്ങളിലും എല്ലാം കേട്ടിരിക്കുന്ന പേരുകളെല്ലാം ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നും അവർക്കൊരിക്കലും മരണമില്ലെന്നും അമർത്യരായ അവർ അമാനുഷ്യരാണ് എന്നുമെല്ലാമാണ് വിശ്വാസങ്ങൾ പറയുന്നത്. ഇത് കേട്ടറിഞ്ഞ് തേടിപ്പോയവരെ കുറിച്ചുള്ള ഒരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിമാലയത്തിൽ സാധാരണ മനുഷ്യർക്ക് ഒരു കാലത്തും എത്തിപ്പെടുവാൻ സാധിക്കാത്ത ഒരിടത്തും മരണത്തെ ഭയക്കാതെ ജ്ഞാനവും അറിവും ശക്തികളുമുള്ള യോഗികളും ഋഷിമാരുമൊക്കെ ഈ ജ്ഞാൻഗഞ്ചിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഉള്ളവർക്കൊന്നും തന്നെ മരണമില്ല എന്ന് പറയുന്നു. അമർത്യതയുടെ മറ്റൊരു രൂപത്തിൽ ഇവർ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശ്രീബുദ്ധനും ആദിശങ്കരാചാര്യരും ഒക്കെ അന്വേഷിച്ചത് ഇത് തന്നെയാണ്. ഹൈന്ദവ വിശ്വാസം പറയുന്നത് പരമേശ്വരനാണ് ഇത് സ്ഥാപിച്ചതെന്നാണ്. എന്നാൽ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടെത്തിയതും സ്ഥാപിച്ചതുമെല്ലാം ശ്രീബുദ്ധനാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ പല മതഗ്രന്ഥങ്ങളിലും ഈ ശംബാലയെക്കുറിച്ച് നിരവധി വിശദീകരണങ്ങളും ഇവിടേക്കുള്ള വഴികളും എത്തിച്ചേരേണ്ട വിധവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരിക്കൽ പോലും ഒരാൾക്കും അവിടെ എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേപ്പാൾ, ടിബറ്റ്, ഒരുപക്ഷെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശിനോടൊക്കെ ചേർന്ന് പോലും ജ്ഞാൻഗഞ്ച് വന്നേക്കാമെന്നാണ് പറയുന്നത്. ഹിമാലയത്തിലെ കൈലാസ നിരകൾക്കും ടിബറ്റിനും ഇടയിലാകാം ഇതിന്റെ സ്ഥാനമെന്ന് പൊതുവായി ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. 4 വഴികളാണത്രേ ജ്ഞാൻഗഞ്ചിൽ എത്തിച്ചേരാൻ ഉള്ളതെന്ന് പറയുന്നു. അതിലൊന്ന് ആരംഭിക്കുന്നത് ചാർധാം ക്ഷേത്രങ്ങളിലൊന്നായ ഗംഗോത്രിയിൽ നിന്നാണത്രേ. രാവണൻ തപസ്സനുഷ്ഠിച്ച് പ്രസിദ്ധമായ രാക്ഷസതാൽ എന്ന തടാകത്തിൽ നിന്നാണ് രണ്ടാമത്തെ വഴി. ചന്ദ്രതാൽ തടാകം, കൈലാസ പർവ്വതത്തിലേക്കുള്ള വഴികൾ എന്നിങ്ങനെയാണ് ബാക്കി 2 പാതകൾ. ഇതിലൂടെ കൃത്യമായി എത്തിയാൽ ജ്ഞാൻഗഞ്ചിൽ എത്തിച്ചേരാമെന്ന് പറയുന്നു. എന്നാൽ ഇത് എവിടെ നിലനിൽക്കുന്നു എന്നതിലാണ് ഉത്തരമില്ലാത്തത്. എത്ര ദൂരം ഈ വഴി പോകണമെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരറിവുമില്ല. ശ്രീബുദ്ധനും ശങ്കരാചാര്യരും മാത്രമല്ല, അഡോൾഫ് ഹിറ്റ്ലർ വരെ ഇവിടം തെരഞ്ഞിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഇവരിൽ ആർക്കും തന്നെ ഈ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് സോവിയറ്റ് യൂണിയനും ഇതിനെക്കുറിച്ച് തിരക്കാനായി ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അവരും കണ്ടെത്തിയിട്ടില്ല. ഹിമാലയത്തിൽ ആർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരിടത്താണ് സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഒരു പ്രത്യേക ദിശ ഈ സ്ഥലത്തിന് പറയാനാകില്ല എന്നാണ് വിശ്വാസം. സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല. ചില ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇവിടേക്കുള്ള വഴിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് വളരെ അവ്യക്തമാണ്. എത്ര അടുക്കാൻ ശ്രമിച്ചാലും പിന്നെയും അകന്നു പോകുന്ന ഒരു സ്ഥാനമായും ഇതിനെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ പോയി വന്നു എന്ന് അവകാശപ്പെടുന്നവരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പല യോഗികളും സിദ്ധന്മാരും തങ്ങൾ അവിടെ പോയിട്ടുണ്ടെന്നും കണ്ടിട്ടുണ്ടെന്നും എല്ലാം പറയുന്നുണ്ടെങ്കിലും അതൊന്നും ആരും വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തുതന്നെയായാലും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഇത്രയധികം പുരോഗമിച്ചുവെങ്കിലും ലോകത്തിന് ഇതുവരെ ജ്ഞാൻഗഞ്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹിമാലയത്തിൽ എവിടെയോ അത് ഉണ്ട് എന്നും അവിടേക്ക് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ലെന്നും തന്നെയാണ് കരുതുന്നത്. ഇത് ഒരു രാജ്യമാണെന്നും ഗോത്ര സമൂഹമാണെന്നും ചിലപ്പോൾ അത് ഇതിനകം നശിച്ചു പോയത് ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ടിബറ്റിൽ കൈലാസ് മാനസരോവറിന് വടക്കുഭാഗത്തായി ജ്ഞാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. മരണത്തിന് അടിമപ്പെടാത്ത ജീവനാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഋഷിമാർക്കും താപസർക്കും ഒന്നും മരണമില്ലത്രേ. ജ്ഞാൻഗഞ്ച് എന്നൊന്നില്ല, വെറും സങ്കല്പമാണ് എന്ന് വാദിക്കുന്നവരും ഇതിനിടയിൽ ഇവിടെയുണ്ട്. ഇതിനായി അവർ പറയുന്നത് ശാസ്ത്രത്തിന് ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാറ്റലൈറ്റുകളും ആധുനിക മാപ്പിംഗ് ടെക്നോളജികളും എല്ലാം ഉപയോഗിച്ചിട്ടും ഇങ്ങനെയൊരു ഇടത്തിന്റെ ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല.
കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും പല യോഗികളും ഇവിടെ പോയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതെല്ലാം അവരുടെ തോന്നലാണെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു മാസ്മരികതയാണെന്നോ എല്ലാമാണ് പറയപ്പെടുന്നത്. ആത്മീയതയും മരണമില്ലായ്മയും മാത്രമുള്ള ഇവിടുത്തെ പല പ്രത്യേകതകളും പക്ഷേ ഈ ഋഷിമാർ വിവരിച്ചിട്ടുണ്ട്. ആത്മീയ നേതാവായിരുന്ന ഗുരു സായി പലതവണ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഭൂമിയിലല്ല, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഗ്രഹത്തിലാണ് ജ്ഞാൻഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷ് ആർമി ഓഫീസറായിരുന്ന LP ഫാറൽ എന്നയാളും ജ്ഞാൻഗഞ്ചിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 1942 ഇവിടം സന്ദർശിച്ചതെന്നും പറയുന്നു. സിദ്ധനായിരുന്ന ഗോപിനാഥ് കവിരാജ് അദ്ദേഹത്തിന്റെ കൃതിയായ സിദ്ധഭൂമി ജ്ഞാൻഗഞ്ചിൽ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സ്വാമി വിശുദ്ധാനന്ദ ഇവിടം സന്ദർശിച്ചുവെന്നും അവിടെ വെച്ച് അദ്ദേഹം സൂര്യവിജ്ഞാൻ അഥവാ സോളാർ സയൻസിനെ കുറിച്ച് പറഞ്ഞുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ദലൈലാമയോട് ഈ ജ്ഞാൻഗഞ്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരിടമായല്ല ഇതിനെ വിശദീകരിച്ചത്. അത് സ്വർഗമല്ല, മറിച്ച് മനുഷ്യമണ്ഡലത്തിലെ ശുദ്ധമായ ദേശമാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. കർമ്മബന്ധങ്ങൾ വഴി മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. ഹിമാലയത്തിലെ അനശ്വര ജീവികൾ വസിക്കുന്ന നഗരത്തിലെ പ്രാർത്ഥനയും ധ്യാനത്തിലൂടെയും ലോകത്തിന്റെ വിധിയെ അവർ സൂക്ഷ്മമായി നയിക്കുന്നു എന്നാണ് വിശ്വാസം. കൂടുതൽ ചരിത്ര കഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.